21 കമ്മീഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കമ്മീഷൻ POC കമ്മീഷനാണ്. POC കമ്മീഷൻ എന്ന് പറയുമ്പോൾ KCBCയുടെ ഭാരവാഹികൾ തന്നെയാണ് POC കമ്മീഷൻ്റെയും ഭാരവാഹികൾ. POC കമ്മീഷൻ്റെ ചെയർമാൻ അഭിമന്യ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയാണ്. വൈസ് ചെയർമാൻമാർ പോളി കണ്ണുക്കാടൻ പിതാവും അലക്സ് വടക്കുംതല പിതാവുമാണ്. ഞാൻ അതിൻ്റെ സെക്രട്ടറിയുമാണ്. അങ്ങനെയാണ് POC കമ്മീഷൻ പ്രവർത്തനങ്ങൾ. POC കമ്മീഷൻ്റെ കീഴിൽ 3-4 പ്രവർത്തന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തത് പാസ്റ്ററൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, PTI എന്ന് പറയും. PTI ആണ് ഇവിടുത്തെ അജപാലനപരമായ പരിശീലനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് മതബോധന ഗ്രന്ഥം കേരള സഭയ്ക്ക് 3 റീത്തിലും വേണ്ട മതബോധന ഗ്രന്ഥം അതിവിടെ നിന്നാണ് തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് എല്ലാ രൂപതകളിലേക്കും കൊടുത്തിരുന്നത്. അതും കണ്ണത്തച്ഛൻ്റെ ഒരു വലിയ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ തന്നെ അതിന് വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്ന് ആലഞ്ചേരി പിതാവ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് മതബോധന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ്. പിന്നീട് പിതാവ് ഇതിൻ്റെ ഡയറക്ടറായി, പിന്നീട് പിതാവ് തക്കര രൂപതയുടെ അധ്യക്ഷനായിട്ട് പോകുന്നതൊക്കെ. അപ്പോൾ അജപാലനപരമായിട്ട് മതബോധനത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് 3 റീത്തിൻ്റെയും തനിമ നിലനിർത്തി, പാരമ്പര്യം ഉൾപ്പെടുത്തി, ചരിത്രം ഉൾപ്പെടുത്തി, സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ 3 സഭയിലെയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ട മതബോധന ഗ്രന്ഥം ഇവിടെ നിന്ന് ഇറക്കിയിരുന്നു. അതിന് സഹായകരമാകുന്ന രീതിയിലാണ് താലന്ത് പബ്ലിക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത്. സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെല്ലാം ആധികാരികമായി തന്നെ അധ്യാപകർക്ക്, മതാധ്യാപകർക്ക് സംലഭ്യമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ, അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി രൂപം കൊടുത്തതാണ് താലന്ത് സൊസൈറ്റി. താലന്ത് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് താലന്ത് മാസിക എല്ലാ മാസവും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളുമായിട്ട് ഈ താലന്ത് മാസിക എല്ലാ ഇടവകളിലെയും മതാധ്യാപകരുടെ കയ്യിലെത്തുമായിരുന്നു. അങ്ങനെ മനോഹരമായിട്ട് അത് ചെയ്തിരുന്നു. പിന്നെ ഈ കമ്മീഷൻ്റെ കീഴിൽ വരുന്ന മറ്റൊന്ന് POC പബ്ലിക്കേഷൻ ഹൗസാണ്. മാർപ്പാപ്പ ഇറക്കുന്ന ചാക്രിക ലേഖനങ്ങൾ, സഭയുടെ ഔദ്യോഗിക പ്രബോധന രേഖകളെല്ലാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത്, അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കുക, അത് കൈരളിക്ക് അങ്ങനെയുള്ളൊരു സംഭാവന ചെയ്യുക എന്നുള്ളതാണ് ഈ പബ്ലിക്കേഷൻ ഹൗസിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. പബ്ലിക്കേഷൻ ഹൗസ് കേരള സഭയ്ക്ക് ചെയ്ത ഒരു വലിയ സംഭാവനയാണ് POC ബൈബിൾ. ഇന്ന് എല്ലാവരും POC ബൈബിൾ ഉപയോഗിക്കുമ്പോൾ 40 വർഷം മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഭിമാനമായ ഡോക്ടർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ അച്ഛൻ, ഇപ്പോൾ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹം ബൈബിൾ പണ്ഡിതനായിരുന്നു. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ബൈബിൾ ലളിതമായ ഭാഷയിൽ വിവർത്തനം ചെയ്ത് നൽകി. അങ്ങനെ POC ബൈബിൾ നമുക്ക് ലഭ്യമാക്കാനായിട്ട് ആ ടീമിൻ്റെ നേതൃത്വം സഹായിച്ചു. ഇപ്പോൾ വീണ്ടും 40 വർഷങ്ങൾക്ക് ശേഷം പരിഷ്കരിച്ച POC ബൈബിൾ എന്ന പേരിൽ നമ്മൾ കുറേയും കൂടെ ആധികാരിക ഗ്രന്ഥങ്ങളോട്, അല്ലെങ്കിൽ ഗ്രീക്ക്, ഹീബ്രു ഗ്രന്ഥങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മലയാള പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈബിൾ ആധികാരികമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ, പഠിതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഒറിജിനൽ ടെക്സ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിവർത്തനം വേണമെന്ന അതിയായ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ 2024 മാർച്ച് മാസം പരിഷ്കരിച്ച POC ബൈബിള് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടെ പറയുകയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ഒരു പരിഷ്കരിച്ച POC ബൈബിൾ ഇറക്കാനായിട്ട് സാധിച്ചു എന്നത് വലിയ അഭിമാനമാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഈ കാലഘട്ടത്തിൽ ബൈബിൾ പണ്ഡിതരായിട്ട്, ബൈബിൾ കമ്മീഷൻ സെക്രട്ടറിമാരായിട്ട് ഇവിടെ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ജോഷി മയ്യാറ്റിലച്ചൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ പുശ്ശേരി അച്ഛൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജോജു കൊക്കാട്ടിലച്ചൻ, ഈ 3 സെക്രട്ടറിമാർ, ബൈബിൾ കമ്മീഷൻ സെക്രട്ടറിമാരുടെ കാലഘട്ടം മുഴുവനും എടുത്ത് ആണ് ഈ ബൈബിള് ഇപ്പോൾ വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത്. അത് POC പബ്ലിക്കേഷനാണ് അത് ചെയ്യുന്നത്. POC പരിഷ്കരിച്ച ബൈബിൾ ഇതാണ്. ഈ POC പരിഷ്കരിച്ച ബൈബിള് സാധാരണ നമ്മുടെ ഉപയോഗത്തിലുള്ള ബൈബിൾ പോലെ തന്നെയാണ് നമ്മൾ ഇറക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉള്ളത്,
ഈ പുസ്തകം ഗ്രീക്ക്, ഹീബ്രു ഒറിജിനൽ ടെക്സ്റ്റിനോട് ചേർന്ന് പോകുന്ന മലയാള പദങ്ങൾ ചേർത്ത് വെച്ച് മനോഹരമായിട്ട് കൈരളിക്ക് സംഭാവന ചെയ്തിരിക്കുന്നതാണ്. നേരത്തെ നമ്മൾ ഇറക്കിയ ബൈബിൾ ലളിതമായ ഭാഷ കൊണ്ട് എല്ലാവർക്കും വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതമായ പദപ്രയോഗങ്ങളായിരുന്നുവെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടെ ഗൗരവമുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശയം കൃത്യമായിട്ട് സംവേദനം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു POCയുടെയും ഒരു താലന്ത് പബ്ലിക്കേഷൻ സൊസൈറ്റി രൂപീകരിക്കുകയുണ്ടായി. താലന്ത് പബ്ലിക്കേഷൻ സൊസൈറ്റി ഈ താലന്ത് പബ്ലിഷ് ചെയ്തത് തന്നെ മതാധ്യാപകരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. മതാധ്യാപകർക്ക് സഭയുടെ പ്രബോധനങ്ങൾ ലളിതമായും എന്നാൽ ഒട്ടും ഗൗരവം ചോരാതെയും പകർന്നു നൽകുക, മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള അവഗാഹം ഉണ്ടാകുക, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പരിശീലിപ്പിച്ചു കൊടുക്കുമ്പോൾ സഭ എന്താണ് അതിനെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അവർക്ക് പകർന്നു കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് താലന്ത് പബ്ലിക്കേഷൻ സൊസൈറ്റി താലന്ത് മാസിക ഇറക്കിയത്. അത് കുറേ നാളത്തേക്ക് നിന്നുപോയി വീണ്ടും അത് പുനഃപ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടു കൂടെ വീണ്ടും ഓർക്കുകയാണ്. ഇതെല്ലാം കണ്ണത്തച്ഛൻ്റെ വലിയ ഒരു വീക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടെ ഓർക്കുകയാണ്. പിന്നീട് കണ്ണത്തച്ഛൻ്റെ നേതൃത്വത്തിൽ അന്ന് അച്ഛൻ വിഭാവനം ചെയ്ത മറ്റൊരു കാര്യം, POC എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ഈ പാലാരിവട്ടം കമ്മ്യൂണിറ്റിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. അപ്പോൾ പാലാരിവട്ടം കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് POCക്കും ഒരു തനതായ സംഭാവന ചെയ്യാൻ സാധിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ആരംഭിച്ച ഒരു ട്രസ്റ്റാണ് PCDT, പാലാരിവട്ടം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ്. അതിനുവേണ്ടി അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ 1 ഏക്കർ 13 സെൻറ്റോളം വാങ്ങി. അവിടെ അന്ന് ആ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ ഇടവുകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി തയ്യൽ, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് പരിശീലനം, വിവിധ കൃഷികളെക്കുറിച്ചുള്ള പരിശീലനം, അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു മേഖല അച്ഛൻ തുറന്നിടുകയും ഈ പാലാരിവട്ടത്തുള്ള ജനങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് POC സഹായകരമാകണം എന്ന ദർശനത്തോടുകൂടി അദ്ദേഹം ആരംഭിച്ചു. അപ്പം PCDT ഇങ്ങനെ 4 വ്യത്യസ്തമായ കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ POC കമ്മീഷൻ്റെ കീഴിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ട കമ്മീഷനാണ് റിലീജിയസ് കമ്മീഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, റിലീജിയസ് കമ്മീഷൻ്റെ കീഴിലാണ് KCMS, കേരളത്തിലെ കത്തോലിക്ക മേജർ സുപ്പീരിയേഴ്സിൻ്റെ കൗൺസിലാണ് KCMS. എല്ലാ കോൺഗ്രിഗേഷൻസിലെയും എല്ലാ സന്യസ്ത സഭകളിലെയും മേജർ സുപ്പീരിയേഴ്സ് അതിൻ്റെ അകത്ത് അംഗങ്ങളാണ്. സന്യാസ സമൂഹങ്ങളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ തന്നെ അവിടുത്തെ സുപ്പീരിയേഴ്സ്, പ്രൊവിൻഷ്യൽസും മേജർ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ജനറൽമാരും ഒക്കെ അല്ലെങ്കിൽ റീജിയണൽ സുപ്പീരിയേഴ്സ് ഒക്കെ അതിൽ അംഗങ്ങളാണ്. അവർ തന്നെ വർഷത്തിൽ 2-3 തവണ ഒരുമിച്ച് കൂടുന്നു. അവർ ജനറൽ ബോഡിയിൽ ആണ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതൊക്കെ. പക്ഷേ ആ കമ്മീഷൻ 3 അംഗ കമ്മീഷനാണ്. കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും KCBCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇപ്പോൾ KCBCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പോളി കണ്ണുക്കാടൻ പിതാവാണ് KCMSൻ്റെയും റിലീജിയസ് കമ്മീഷൻ്റെയും ചെയർമാനായിട്ട് ഇരിക്കുന്നത്. അഭിനന്ദ വിൻസെന്റ് സാമുവൽ പിതാവും ജോസഫ് മാർ തോമസ് പിതാവും എൻ്റെ കമ്മീഷൻ മെമ്പേഴ്സായിട്ട് ഉണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ആദ്ര SIC ആണ് ഇപ്പോൾ KCMSൻ്റെ പ്രസിഡൻറ്റും ഈ കമ്മീഷൻ്റെ സെക്രട്ടറിയുമായിട്ട് വർക്ക് ചെയ്യുന്നത്. ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് ഫാദർ റോബിൻ ഡാനിയലും അതുപോലെ തന്നെ ഗീവർഗീസ് കുറ്റിയിലും ആണ് പ്രവർത്തിക്കുന്നത്. KCMSൻ്റെ ഭാരവാഹികൾ ഞാൻ നേരത്തെ പറഞ്ഞു, സിസ്റ്റർ ആർദ്ര SIC അതിൻ്റെ പ്രസിഡൻറ്റും സിസ്റ്റർ വിനീത തോമസ് അതിൻ്റെ സെക്രട്ടറിയുമാണ്. അവരുടെ ഓഫീസ് ഇവിടെ POCയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവർ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളും വർഷത്തിലെ ജനറൽ ബോഡി യോഗവും മറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് അജപാലന ശുശ്രൂഷ ചെയ്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് ബൈബിൾ കമ്മീഷൻ. ബൈബിൾ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അഭിനന്ദ ജെയിംസ് ആനാപറമ്പിൽ പിതാവും വൈസ് ചെയർമാൻമാർ അഭിനന്ദ ജോൺ നെല്ലിക്കുന്നിൽ പിതാവും തോമസ് മാർ എൽസ്യൂബിയസ് പിതാവുമാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഫാദർ ജോജു കൊക്കാട്ടാണ് പ്രവർത്തിക്കുന്നത്.
ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് തോമസ് മേൽവട്ടവും അതുപോലെ തന്നെ സിറിയക് ആനന്ദച്ചനും ജോയ്സൺ ജോസഫ് അച്ഛനുമാണ് ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് വരുന്നത്. ജോയിന്റ് സെക്രട്ടറിമാരെന്ന് പറയുമ്പോൾ 3 റീത്തിലെയും ബൈബിൾ കമ്മീഷൻ സെക്രട്ടറിമാർ KCBC ബൈബിൾ കമ്മീഷൻ്റെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ജോയിന്റ് സെക്രട്ടറിമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിൾ കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് ബൈബിൾ റിവിഷൻ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തത്. ഈ ബൈബിൾ കമ്മീഷൻ്റെ കീഴിൽ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി എന്ന പേരിൽ അൽമായരുടെയും സന്യസ്തരുടെയും വൈദികരുടെയും ഒക്കെ സംയുക്തമായിട്ടുള്ള ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ചെയർമാൻ ജെയിംസ് ആനാപറമ്പിൽ പിതാവും സെക്രട്ടറി ജോർജ് കൊക്കാട്ടച്ചനും അതിൻ്റെ വൈസ് ചെയർമാൻ ആന്റണി പാലിമറ്റവുമാണ്. ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറി മിസ്റ്റർ ജോസഫ് പന്തപ്ലാക്കിലാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് നമുക്കിവിടെ ലോഗോസ് ക്വിസ്, ഭുവനപ്രസിദ്ധമായിട്ടുള്ള ലോഗോസ് ക്വിസ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിനും പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വിവിധ ഭാഷകളിൽ ഈ ലോഗോസ് ക്വിസിൽ പങ്കുചേരുന്നു. കേരള സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ലോകത്തെ ഒരു സഭയിലും അല്ലെങ്കിൽ ഒരു റീജിയണൽ ബിഷപ്പ് കൗൺസിലുകളും ചെയ്യാത്ത കാര്യമാണ് ലോഗോസ് ക്വിസ് എന്ന ഈ സംരംഭം. അത് ലോകത്തിലെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനാണ്. അത് വളരെ മനോഹരമായിട്ട് ഇടവക തലത്തിൽ, ഫൊറോന തലത്തിൽ, രൂപതാ തലത്തിൽ, റീജിയണൽ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ, പിന്നെ നാഷണൽ ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ ആയിട്ട് നമ്മളത് പരീക്ഷകൾ നടത്തുന്നു. വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ ബൈബിൾ വായിക്കാനും ബൈബിളിനെ സ്നേഹിക്കാനും ദൈവവചനത്തെ ധ്യാനാപൂർവം സമീപിക്കാനും ഒക്കെ സഹായിക്കുന്ന വലിയ ഒരു കാര്യമാണ് ഈ ലോഗോസ് ക്വിസ് എന്ന് പറയുന്ന ഈ സംരംഭം. അത് കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വലിയ ഒരു സംരംഭമാണ്. അതുപോലെ തന്നെ കാത്തലിക് ബൈബിൾ സൊസൈറ്റി നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ബൈബിൾ കലോത്സവം. 2 വർഷത്തിലൊരിക്കൽ കേരളത്തിലെ എല്ലാ രൂപതകളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബൈബിൾ കലോത്സവം. അത് എല്ലാ തരത്തിലുള്ള കലകളും ബൈബിളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന് അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് രൂപതയിൽ നിന്നുള്ള. അതും ഇടവക തലത്തിൽ, ഫൊറോന തലത്തിൽ, രൂപത തലത്തിൽ നടത്തിയതിന് ശേഷമാണ് സംസ്ഥാന തലത്തിലേക്ക് വരിക. അപ്പം എല്ലാ ഘടകങ്ങളും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. വളരെ ആകർഷകമായും വളരെ വലിയ തോതിലുള്ള ഇൻവോൾവ്മെൻറ്റോടു കൂടെയാണ് ഈ സംരംഭവും നടത്തപ്പെടുന്നത്. അതും വളരെ അഭിമാനത്തോടു കൂടെ ഓർക്കുകയാണ്. പിന്നെ എല്ലാ ബുധനാഴ്ചയും ബൈബിൾ ക്ലാസ്സുകൾ ഇവിടെ നടത്തുന്നുണ്ട്. അത് ബൈബിൾ കമ്മീഷനാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ, അത് പ്രായവ്യത്യാസം തന്നെ, വിദ്യാഭ്യാസ യോഗ്യത വ്യത്യാസം തന്നെ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ബൈബിള് വളരെ ഗഹനമായിട്ട് പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ബൈബിൾ ക്ലാസ്സുകൾ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലായിട്ട് ബൈബിൾ ക്ലാസ്സുകൾ നിരന്തരം നടക്കുന്നുണ്ട്. അങ്ങനെ ബൈബിൾ സൊസൈറ്റിയും ബൈബിൾ കമ്മീഷനും ബൈബിൾ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് ഡോക്ട്രിനൽ കമ്മീഷൻ. നേരത്തെ തിയോളജി കമ്മീഷൻ എന്നും അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനെ ഡോക്ട്രിനൽ കമ്മീഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അഭിനന്ദ ടോണി നീലങ്കാവിൽ പിതാവാണ് അതിൻ്റെ ചെയർമാൻ. വൈസ് ചെയർമാൻമാർ തോമസ് മാർ കുർലോസ് പിതാവും വർഗീസ് ചക്കാലക്കൽ പിതാവുമാണ്. അതിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ഡോക്ടർ തോമസ് വടക്കേലച്ചനാണ്. ജോയിന്റ് സെക്രട്ടറിമാർ ഡോക്ടർ ജോളി കരിമ്പിൽ, ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ, ഫാദർ മാർട്ടിൻ എൻ ആന്റണി ഓഡിയം, അവരാണ് അതിൻ്റെ ജോയിന്റ് സെക്രട്ടറിമാർ. ബൈബിൾ ദൈവശാസ്ത്രപരമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് മാസത്തിലെ KCBCയിലേക്ക് മുമ്പ് അല്ലെങ്കിൽ KCBCയോട് യോജിച്ച് നടത്തുന്ന തിയോളജിക്കൽ കൊളോക്കിയത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ കമ്മീഷനാണ്. ദൈവശാസ്ത്രജ്ഞന്മാരെ ഒരുമിച്ച് ചേർത്ത് അഭിനന്ദ പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും തമ്മിലുള്ള സംവാദങ്ങൾക്കും സംസാരങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വേദി ഒരുക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ ടെക്നോളജീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബ് ചാനലുകൾ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ ബൈബിൾ സംബന്ധമായ നമ്മുടെ വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം കൊടുക്കുന്ന വേദികളും ഇവർ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ശ്ലാഘനീയമായ രീതിയിലാണ് ഡോക്ടറൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷൻ തുടക്കം മുതൽ തന്നെ KCBCയുടെ അല്ലെങ്കിൽ POCയുടെ ആരംഭം മുതൽ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്മീഷനാണ് മീഡിയ കമ്മീഷൻ. ആധുനിക മാധ്യമങ്ങളെ എപ്രകാരം അജപാലനപരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കാം, എങ്ങനെയാണ് ആധുനിക മാധ്യമങ്ങളെ ഈ വചന പ്രഘോഷണത്തിന്, അജപാലന പ്രവർത്തനത്തിന്, അതുപോലെ തന്നെ ആത്മാക്കളെ നേടുന്നതിന് ഉപയോഗയോഗ്യമാക്കാം എന്ന് ഗവേഷണം ചെയ്യുകയും അതിന് സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മനോഹരമായി അജപാലന ശുശ്രൂഷ ചെയ്തു വരികയാണ് മാധ്യമ കമ്മീഷൻ. ഇപ്പോൾ മാധ്യമ കമ്മീഷൻ്റെ ചെയർമാനായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. അതിൻ്റെ വൈസ് ചെയർമാൻമാർ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും സിറോ മലങ്കര സഭയുടെ കൂരിയ മെത്രാൻ ഡോക്ടർ ആന്റണി മാർ സിൽവാനിയോസ് പിതാവുമാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഡോക്ടർ സിബു ഇരുമ്പിനിക്കൽ അച്ഛനും. ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ഫാദർ ആന്റണി വടക്കേക്കരയും ഫാദർ ജോൺ തോട്ടത്തിലും അതുപോലെ തന്നെ ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടനുമാണ് അതിൻ്റെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്നത്. KCBCയുടെ മീഡിയ കമ്മീഷൻ എല്ലാ വർഷവും കഴിഞ്ഞ 33 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു വലിയ സംരംഭമാണ് നാടകോത്സവം. അത് ആറാം തിരുമുറിവ് എന്ന ഒരു നാടകം, PJ ആൻ്റണിയുടെ ഒരു നാടകം കേരളത്തിൽ വളരെ ശക്തമായി പ്രചാരണം നടത്തിയപ്പോൾ, വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തിയപ്പോൾ അതിന് ഒരു പ്രതികരണം എന്ന രീതിയിൽ അന്ന് KCBCയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന ഇടുക്കി രൂപതയുടെ വികാരി ജനറൽ അയക്കുന്ന ഇപ്പോൾ പ്ലാച്ചിക്കൽ അച്ഛനാണ് ഈ നാടക ഒരു മത്സരം എന്ന രീതിയിൽ ഇവിടെ പ്രൊഫഷണൽ നാടക മത്സരം സംഘടിപ്പിച്ചത്. അത് നല്ല നാടകങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന നാടകങ്ങൾ എങ്ങനെ ഈ നാടകവേദിയെ സമ്പന്നമാക്കാൻ സാധിക്കുമെന്ന അച്ഛൻ്റെ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ്. ഇന്നും 34 വർഷമായിട്ട് തടസ്സം കൂടാതെ, കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ മാത്രം ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ വർഷവും മുടക്കം കൂടാതെ നടന്നു വരുന്ന ഒരു സംരംഭമാണ് ഈ പ്രൊഫഷണൽ നാടകമേള. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നാടകത്തിനും അഭിനേതാവിനും കഥാകൃത്തിനും സംവിധായകനും ഒക്കെ അവാർഡുകൾ കൊടുത്തുകൊണ്ട്, KCBC അവാർഡ് കൊടുത്തുകൊണ്ട് ആ നാടകമേള ഇന്ന് കേരളത്തിൽ വളരെയേറെ പ്രചാരം നേടിയിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ വേദിയിൽ നാടകം നടത്തുന്നതിൽ അഭിമാനത്തോടു കൂടെ കാണുന്ന ആളുകൾ ഒത്തിരി പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളുണ്ട്. അത് ഒരു അഭിമാനകരമായ കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ KCBCയുടെ കമ്മീഷൻ, മീഡിയ കമ്മീഷൻ നവാഗത സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ജോൺ പോൾ, തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിരുന്ന മരിച്ചുപോയ ജോൺ പോളിൻ്റെ പേരിൽ ജോൺ പോൾ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം ഒരു വൈദികനാണ് അത് കിട്ടിയത്. വരയൻ എന്ന സിനിമ സംവിധാനം ചെയ്ത അച്ഛന് അതാണ് ആദ്യത്തെ അവാർഡ് കൊടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും അതിൻ്റെ സംവിധായകനുമായ ഷെയ്സനാണ് ഈ പ്രാവശ്യം ആ സമ്മാനം കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുമാത്രമല്ല, ഇപ്പോൾ ഓൺലൈൻ മീഡിയ KCBC news.com ഉണ്ട്, KCBC ഐക്കൺ മീഡിയ ഉണ്ട്. അങ്ങനെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ വചനപ്രഘോഷണ സാധ്യതകൾ കണ്ടെത്തി മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് KCBCയുടെ മീഡിയ കമ്മീഷൻ ചെയ്തു വരുന്നത്. വത്തിക്കാൻ റേഡിയോയുടെ മലയാളം വിഭാഗത്തിൽ സഹകരിച്ചുകൊണ്ട് വത്തിക്കാൻ റേഡിയോ, വത്തിക്കാൻ തരംഗം എന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു മാസികയും ഈ കമ്മീഷൻ പുറത്തിറക്കുന്നുണ്ട്. അടുത്ത കമ്മീഷനാണ് ഫാമിലി കമ്മീഷൻ. ഫാമിലി കമ്മീഷൻ ഇതുപോലെ തന്നെ KCBC തുടക്കത്തിൽ തന്നെ ഉള്ള ഒരു കമ്മീഷനാണ്. ഇപ്പോൾ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത് കൊല്ലം രൂപതയിലെ അധ്യക്ഷൻ അഭിനന്ദ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവും അതിൻ്റെ വൈസ് ചെയർമാൻമാർ മാർ ജോസ് പുളിക്കൽ പിതാവും യുഹന്നാൻ മാർ തെയോഡോഷ്യസ് പിതാവുമാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വിജയപുരം രൂപതാംഗമായ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിലും അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് ഫാദർ ഫിലിപ്പ് വട്ടായത്തിലും ഫാദർ മാത്യു അറക്കലും ഫാദർ AR ജോണുമാണ്. വളരെ ഗൗരവമായിട്ട് സഭയുടെ കുടുംബങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും പഠിക്കുകയും
അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സഭാ പ്രബോധനങ്ങൾ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കമ്മീഷനാണ് ഫാമിലി കമ്മീഷൻ. ഫാമിലി കമ്മീഷൻ്റെ കീഴിൽ 3-4 ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് പ്രോ ലൈഫ് സമിതിയാണ്. പ്രോ ലൈഫ് സമിതി അറിയപ്പെടുന്നത് KCBC പ്രോ ലൈഫ് സമിതി എന്നാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ചും ജീവനെ സംബന്ധിക്കുന്ന ഏത് വിഷയം പൊതുസമൂഹത്തിൽ വന്നാൽ ഉടനെ തന്നെ അതിനോട് ക്രിയാത്മകമായി സഭയുടെ പ്രബോധനങ്ങൾക്കും സഭയുടെ നിലപാടുകൾക്കും അനുസൃതമായി പ്രതികരിക്കുകയും വേണ്ടി വന്നാൽ കോടതിയിൽ തന്നെ പോയി ഈ ജീവന് വേണ്ടിയിട്ടുള്ള വാഗ്വാദങ്ങൾ നടത്തുകയും കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് ജീവനെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം വളരെ ക്രിസ്തീയമായ ശൈലിയിൽ ചെയ്തു വരുന്ന ഒന്നാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ ജോൺസൺ എബ്രാഹവും അതിൻ്റെ സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടനുമാണ്. അവരുടെ നേതൃത്വത്തിൽ വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രോ ലൈഫ് സമിതിയുടെ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് മരിയൻ സിംഗിൾസ്. മരിയൻ സിംഗിൾസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, പ്രായം ചെന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾ, അവരുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുക, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് അവരുടെ വിശ്വാസ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക, അവരെ സഭയോട് ചേർത്ത് നിർത്തുക, അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ അവർക്ക് ഒരു സഹായകരമായ പ്രവർത്തനങ്ങളിലൂടെ അവരെ സഹായിക്കുക, അവരെ സഭയ്ക്ക് അവരെ ആവശ്യമുണ്ട്, അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നൊരു ബോധ്യം അവർ ജനിപ്പിക്കുക. അങ്ങനെ സഭയുടെ പ്രവർത്തനങ്ങളിൽ അവരെയും പങ്കാളികളാക്കുക എന്ന വലിയ ഉത്തരവാദിത്വത്തിലാണ് നമ്മുടെ ക്ലിറ്റിസ് കാതിൽപ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രസിഡൻ്റായിട്ട് അച്ചാമ്മ തോമസും സെക്രട്ടറി ആയിട്ട് അന്നമ്മായും ആണ് പ്രവർത്തിക്കുന്നത്. മനോഹരമായിട്ടാണ് അവരുടെ പ്രവർത്തന നേതൃത്വം നമ്മൾ നോക്കിക്കാണുന്നത്. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡെഫ് മിനിസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡെഫ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേൾവിക്ക് കുറവുള്ള നമ്മുടെ സഹോദരന്മാർ, അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർക്ക് എങ്ങനെയാണ് സഭാപ്രബോധനങ്ങളും വിശ്വാസത്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. അത് ഇപ്പോൾ വളരെയേറെ ഡെവലപ്ഡ് ആയിട്ടുള്ള സൈൻ ലാംഗ്വേജിലൂടെയാണ് അതിന് സാധിക്കുന്നത്. സൈൻ ലാംഗ്വേജ് പ്രയോജനപ്പെടുത്തി ഈ ഡെഫായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുന്നു, വിവാഹ ഒരുക്ക കോഴ്സുകൾ സംഘടിപ്പിക്കുന്നു, ജീവിത പങ്കാളികളെ കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുന്നു, അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അവരെ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും പ്രതിസന്ധികളെ പരിഹരിക്കാനും സഹായിക്കുന്ന വേദികൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഈ സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അൽമാരുടെയും നേതൃത്വത്തിൽ ഈ നമ്മുടെ ഫാമിലി കമ്മീഷൻ കേൾവിക്ക് കുറവുള്ള സഹോദരങ്ങളെ വളരെ മനോഹരമായിട്ടാണ് സഹായിക്കുന്നത്. വീണ്ടും നമ്മൾ മറ്റൊരു കമ്മീഷനിലേക്ക് വരികയാണ്, ലൈറ്റി കമ്മീഷൻ. അൽമായയുടെ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് അവരെ സഭയുടെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്താനും അൽമായ പങ്കാളിത്തം സഭയിൽ വളരെ കാര്യക്ഷമമാക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് KCBCയുടെ ലൈറ്റി കമ്മീഷൻ രൂപീകൃതമായിരിക്കുന്നത്. ഇപ്പോഴതിൻ്റെ ചെയർമാനായിരിക്കുന്നത് കോതമംഗലം രൂപതയുടെ അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവും, വൈസ് ചെയർമാൻമാരായിട്ടിരിക്കുന്നത് ജോഷുവ മാർ ഇഗ്നാത്യൂസ് പിതാവും സെബാസ്റ്റ്യൻ തെക്കത്തേച്ചിൽ പിതാവുമാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള പ്രൊഫസർ ഡോക്ടർ KM ഫ്രാൻസിസ് സാറാണ്. അതിൻ്റെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്നത് ഫാദർ ആന്റണി മൂലയിലും ഫാദർ ഷാജ് കുമാറും അതുപോലെ തന്നെ മിസ്റ്റർ ജേക്കബ് പുന്നൂസ് IPS ആണ്. ലൈറ്റി കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പലപ്പോഴും പ്രധാനപ്പെട്ട ചില സാമൂഹിക വിഷയങ്ങളിൽ സഭ പ്രതികരിക്കുന്നത്. അങ്ങനെ അൽമായുടെ നേതൃത്വം തന്നെ പൊതുവായ വിഷയങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനും പ്രതികരിക്കാനും വേണ്ട ചർച്ചകൾ നടത്താനും ഉത്തരവാദിത്തപ്പെട്ടവരെ സമീപിച്ച് വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടത്താനും സംവാദങ്ങൾക്കൊക്കെ നടത്താനും വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത് ഈ KCBC ലൈറ്റി കമ്മീഷനാണ്. ലൈറ്റി കമ്മീഷന് കീഴിലാണ് കേരള കാത്തലിക് ഫെഡറേഷൻ എന്ന പേരിൽ നമുക്ക് ഒരു 3 സുയി യൂരിസ് ചർച്ചസിൻ്റെയും അൽമായ സംഘടനകളുടെ ഒരു അപ്പെക്സ് ബോഡിയാണ്. 3 സുയി യൂരിസ് ചർച്ചസിൽ സിറോ മലബാർ സഭയുടേത്,
കത്തോലിക്ക കോൺഗ്രസ് AKCC എന്ന് പറയുന്ന സംഘടനയാണ്. അൽമായരുടെ സംഘടനയായിട്ട് സോഷ്യോ പൊളിറ്റിക്കൽ സംഘടനയാണ്. അപ്പോൾ ആ സംഘടന ഇതിൻ്റെ അംഗമാണ്. മലങ്കര കാത്തലിക് അസോസിയേഷൻ MCA ഇതുപോലെ തന്നെ അൽമായർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ KLCA. ഈ 3 വ്യത്യസ്ത സംഘടനകളുടെയും കൂടി അപ്പെക്സ് ബോഡിയാണ് ഈ കാത്തലിക് ഫെഡറേഷൻ. KCBCയുടെ അൽമായ കമ്മീഷൻ സെക്രട്ടറി തന്നെയാണ് ഈ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ടാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് POCയിൽ ഒരുമിച്ച് കൂടി ഈ സാമൂഹ്യ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, പൊതുസമൂഹവും സഭയും നേരിടുന്ന വിഷയങ്ങളെ അധികരിച്ചുള്ള സംവാദങ്ങളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുകയും ചില നിലപാടുകൾ പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ സഭയും പൊതുസമൂഹവും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകാനായിട്ട് കാത്തലിക് ഫെഡറേഷനും ലൈറ്റ് കമ്മീഷനും വളരെ മനോഹരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അൽമായ കമ്മീഷനെ പോലെ തന്നെ സ്ത്രീ ശാക്തീകരണം മുന്നിൽ വെച്ചുകൊണ്ട് KCBCയുടെ കീഴിലുള്ള ഒരു കമ്മീഷനാണ് വിമൻ കമ്മീഷൻ. അഭിനയ പിതാക്കന്മാരും സമൂഹത്തിൽ വളരെ വലിയ തോതിൽ ഇടപെടാൻ കഴിയുന്ന സ്ത്രീരത്നങ്ങളും ഒരുപോലെ മുൻപിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് വിമൻ കമ്മീഷൻ. അതിന് ഇപ്പോഴത്തെ ചെയർമാൻ പാലക്കാട് രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവും വൈസ് ചെയർമാൻ ഡോക്ടർ തോമസ് മാർ എവ്സേബിയസ് പിതാവും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് J. നെറ്റോ പിതാവുമാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീമതി ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് ആണ്. ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ഷീജ എബ്രാഹം, ആനി ജോസഫ്, അതുപോലെ തന്നെ അവനൊരു സ്പിരിച്വൽ ഡയറക്ടറുണ്ട്. അത് ഫാദർ ബിജു കല്ലിങ്കനാണ്, പാലക്കാട് രൂപതയിൽ നിന്നുള്ള ബിജു കല്ലിങ്കനാണ്. ഇങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ ഈ കമ്മീഷൻ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആണ് പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വയ്ക്കുന്നത്. സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അതെല്ലാം ചർച്ച ചെയ്യാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും സഭയോട് അവരെ ചേർത്ത് നിർത്താനും ഈ കമ്മീഷൻ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KCBCയുടെ ആരംഭം മുതൽ തന്നെ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ. കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒന്നാണല്ലോ വിദ്യാഭ്യാസം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ സംഭാവന ചെയ്ത ഒരു സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ചും കത്തോലിക്ക സമൂഹം. ഈ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഈ ഒരു വലിയ സംഭാവനയുടെ പിൻബലത്തിലാണ് കേരള മോഡൽ എന്ന് പറയുന്ന വികസനം കേരളത്തിലുണ്ടായത്, സാമൂഹിക പരിവർത്തനം കേരളത്തിലുണ്ടായത്, ഇവിടെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതായത്, ഇവിടെ സവർണരും അവർണരും അഭ്യസ്ത വിദ്യരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും എല്ലാവരും ഒരുപോലെ ഒരേ വേദിയിൽ ഇരിക്കാൻ, ഒരേ ക്ലാസ്സിൽ ഇരിക്കാൻ, ഒരേ പന്തിയിൽ ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സംജാതമാക്കിയത് ഈ പൊതു വിദ്യാഭ്യാസ സംഭാവനയാണ്. അത് കേരളത്തിൽ കത്തോലിക്ക സഭയും ക്രൈസ്തവ സഭകളും ചെയ്ത വലിയ ഒരു സാമൂഹിക വിപ്ലവമാണ് ഈ വിദ്യാഭ്യാസ സംഭാവന അല്ലെങ്കിൽ ഈ മിഷൻ. അതിന് ഈ കാലഘട്ടത്തിൽ ഇവിടെ കേരളത്തിൽ നേതൃത്വം നൽകുന്നത് KCBCയുടെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അഭിനയ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവും വൈസ് ചെയർമാൻമാർ മാർ ജോസഫ് കളറങ്ങാട്ട് പിതാവും പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവുമാണ്. അതിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് വരാപ്പുഴ രൂപതയിൽ നിന്നുള്ള ആന്റണി വക്കോ അറക്കലച്ചനാണ്. അതിന് ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ശ്രീ KY ബെനഡിക്റ്റും ഫാദർ ജോസ് കരിവേലിക്കലും ആണ് പ്രവർത്തിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ വിദ്യാഭ്യാസ കമ്മീഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും കൊണ്ടുവരാനായിട്ട് ഈ കമ്മീഷൻ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കമ്മീഷൻ്റെ കീഴിലാണ് കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് KCSL വർക്ക് ചെയ്യുന്നത്. KCSLൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഫാദർ കുര്യൻ തടത്തിലും അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ബേബി തദേവുസ് ക്രൂസുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ ഓർഗനൈസർ ശ്രീ മനോജ് ചാക്കോയുമാണ്. കേരളത്തിലെ കത്തോലിക്ക
വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചും മറ്റ് വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചും കത്തോലിക്ക വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് KCSL പ്രവർത്തിക്കുന്നത്. അവരെ വിശ്വാസത്തിൽ വളർത്തുക, അവരെ വിശുദ്ധിയിൽ വളർത്തുക, അവർക്ക് ദൈവവിളികൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ അവരെ സഹായിക്കുക, സന്യസ്ത, സമർപ്പിത, പൗരോഹിത്യ, വിവാഹ ജീവിതങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക, ഇതെല്ലാം KCSL ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസങ്ങൾ അവരെ ബാല്യകാലത്ത് തന്നെ അവരിൽ രൂഢമൂലമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടതും ഈ സംഘടന പ്രവർത്തന നിരതമായി കൊണ്ടിരിക്കുന്നതും. മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഈ കമ്മീഷന്റെ കീഴിൽ വരുന്നത് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡാണ്. ഇതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അധ്യാപകരുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ഉള്ള കരുതലാണ് ടീച്ചേഴ്സ് ഗിൽഡ് രൂപീകരിക്കാനായിട്ട് കാരണമായത്. മാത്രമല്ല അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ജോലി സ്ഥിരത, ജോലി മേഖലയിൽ, അധ്യാപന മേഖലയിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് വർത്തിക്കുക, അവരുടെ സർവീസ് മേഖലകളിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ്റുമായി ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് അവർ സർവീസ് മേഖലയിൽ വരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുക, ഇങ്ങനെ അവരെ സഭയുമായി ചേർത്ത് നിർത്തുന്നതോടൊപ്പം അവരുടെ ജോലി മേഖലയിൽ, അവർ ചെയ്യുന്ന സർവീസ് മേഖലയിൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് വർത്തിക്കുക എന്നതും ഈ ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്, നയമാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ടീച്ചേഴ്സിനെയും കുട്ടികളെയും ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്മീഷൻ മറ്റു പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോവാണ്. 10ാമത്തെ ഒരു കമ്മീഷനാണ് സോഷ്യൽ ഹാർമണി ആൻഡ് വിജിലൻസ് കമ്മീഷൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ധ്രുവീകരണം നടന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ, വർഗീയമായ ധ്രുവീകരണം അസ്വസ്ഥജനകമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുള്ള സോഷ്യൽ ഹാർമണി ആൻഡ് വിജിലൻസ് കമ്മീഷന് വളരെ വലിയ പ്രസക്തിയുണ്ട്. ഇപ്പോൾ അതിന് ചെയർമാനായിരിക്കുന്നത് അഭിമന്യ ജോസഫ് കരിയിൽ പിതാവും വൈസ് ചെയർമാൻമാരായിരിക്കുന്നത് ബഹുമാനപ്പെട്ട റെമിജിയൂസ് പിതാവും യൂഹന്നാൻ മാർ തെയോഡോഷ്യസ് പിതാവുമാണ്. അതിൻ്റെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നത് CMI സഭാംഗമായ ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ പുളിക്കൽ അച്ഛനാണ്. അതിൻ്റെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ജോർജ് മടത്തിപ്പറമ്പിൽ അച്ഛനും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ സഹകരണത്തോടു കൂടി അത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു. കാലികമായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും സഭയും പൊതുസമൂഹവും അഭിമുഖീകരിക്കുന്ന കാലികമായ വിഷയങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സഭയുടെ കൃത്യമായ കാഴ്ചപ്പാട്, പൊതു വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായി പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഭയിലെയും ഇതര സമൂഹങ്ങളിലെയും ആളുകളുടെ മനസ്സിൽ എന്താണ് ഈ പർട്ടിക്കുലർ വിഷയത്തിലുള്ള സഭയുടെ നിലപാടെന്ന് കൃത്യമായി പറയാനായിട്ട് വിജിലൻസ് കമ്മീഷന് സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നത്.